Hi dear friends, I am Irshad Suleiman. Welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന വിഷയം ചന്ദ്രനിൽ വരെ എത്തിയിട്ടുള്ള വാച്ചിനെ കുറിച്ചും അതേപോലെ സ്പേസിൽ ഉപയോഗിച്ചിട്ടുള്ള വാച്ചുകളെ കുറിച്ചുമാണ്. ബഹിരാകാശ യാത്രികർ നിരവധി വാച്ചുകൾ അവരുടെ യാത്രയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വെറും 5 വാച്ചുകളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത്. 1969 നാസയുടെ അപ്പോളോ 11 ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികൻ ആയിരുന്ന നീൽ ആംസ്ട്രോങ്ങിനൊപ്പം സഹയാത്രികനായി പോയ ബസ് ആൽഡ്രിൻ ചന്ദ്രഗ്രഹത്തിലേക്ക് ചുവടുവെച്ചത് ഒമേഗ വാച്ച് കമ്പനി അവതരിപ്പിച്ച ഒമേഗ സ്പീഡ് മാസ്റ്റർ എന്ന വാച്ച് കയ്യിൽ ധരിച്ചുകൊണ്ടായിരുന്നു. ഇതൊരു ക്രോണോഗ്രാഫ് മോഡൽ മാനുവൽ വൈൻഡിംഗ് വാച്ച് ആയിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ മനുഷ്യനൊപ്പം ഒമേഗ സ്പീഡ് മാസ്റ്റർ ക്രോണോഗ്രാഫ് വാച്ചും ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ബഹിരാകാശത്ത് ധരിക്കുന്ന വില കൂടിയ വാച്ച് കൂടിയാണ് ഒമേഗ സ്പീഡ് മാസ്റ്റർ എന്ന ഈ വാച്ച്. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് 1985 സ്പേസ് ലാബ് D1 എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ജർമ്മൻ ബഹിരാകാശ യാത്രികനായിരുന്ന റൈൻഹാർഡ് ഫ്യൂറർ ധരിച്ച ജർമ്മൻ റിസ്റ്റ് വാച്ചായ സിൻ 140 ക്രോണോഗ്രാഫ് വാച്ചാണ് രണ്ടാമതായിട്ട് വരുന്നത്. ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന ആദ്യ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് വാച്ച് കൂടിയായിരുന്നു സിൻ 140 എന്ന ഈ മോഡൽ വാച്ച്. മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് സീകോ 6139 എന്ന വാച്ചാണ്. 1973 നാസ സ്കൈലാബ് കൺട്രോൾ പാനലിൽ കേണൽ ആയിരുന്ന പോഗൻ എന്നയാൾ ഈ വാച്ച് ധരിച്ചിരുന്നു. മറ്റു വാച്ചുകൾ നാസ ഒഫീഷ്യലായിട്ട് കൊണ്ടുപോയതായിരുന്നു എങ്കിൽ ഈ വാച്ച് നാസ ഒഫീഷ്യലായിട്ട് കൊണ്ടുപോയ വാച്ച് ആയിരുന്നില്ല. എന്നാൽ ഈ വാച്ചിനെ മറ്റ് ഒഫീഷ്യൽ മിഷൻ ടൈമറുകൾക്കൊപ്പം ബഹിരാകാശ പേടകത്തിലേക്ക് കൊണ്ടുപോകുവാൻ നാസ അദ്ദേഹത്തെ അനുവദിച്ചു. കേണൽ പോഗ് ധരിച്ചിരുന്ന ഈ വാച്ച് പിന്നീട് സീകോ പോഗ് 6139 എന്ന പേരിൽ അറിയപ്പെട്ടു. നമ്പർ 4, 1997 MIR ബഹിരാകാശ നിലയത്തിലേക്കുള്ള റഷ്യൻ ജർമ്മൻ സംയുക്ത ബഹിരാകാശ ദൗത്യത്തിനിടെ ഫോർട്ടീസ് B42 ക്രോണോഗ്രാഫ് എന്ന വാച്ച് ഉപയോഗിച്ചു. ദൗത്യ സംഘം അവരുടെ ഒഫീഷ്യൽ ടൈം കീപ്പറായിട്ടാണ് ഈ വാച്ചിനെ അന്ന് ഉപയോഗിച്ചിരുന്നത്. റഷ്യയിലെ യൂറി ഗഗാറിൻ സ്പേസ് ട്രെയിനിങ് സെന്ററിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ ബഹിരാകാശ യാത്രികർക്കും ഇന്നും ഈ വാച്ച് അവർ നൽകി വരുന്നുണ്ട്. ഈ ശ്രേണിയിലെ 5ാമത്തെ വാച്ച് ബുലോവ മൂൺ വാച്ച് അഥവാ പാവപ്പെട്ടവന്റെ സ്പീഡ് മാസ്റ്റർ എന്നാണ് ഈ വാച്ചിനെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന ഒമേഗ സ്പീഡ് മാസ്റ്റർ എന്ന വാച്ചിന്റെ അതേ പതിപ്പ് തന്നെയാണ് ഈ വാച്ചിൽ ഒറ്റ ലുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വാച്ചിന് ഒമേഗ സ്പീഡ് മാസ്റ്ററിനെക്കാളും അല്പം വില കുറവായതും പാവപ്പെട്ടവന്റെ സ്പീഡ് മാസ്റ്റർ എന്ന് ഈ വാച്ചിനെ വിളിക്കുവാൻ കാരണമായി. നാസ അപ്പോളോ 15 ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന ഡേവ് സ്കോട്ടി എന്ന ബഹിരാകാശ യാത്രികന് നാസ നൽകിയിരുന്ന ഒമേഗ സ്പീഡ് മാസ്റ്റർ വാച്ച് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ഭാഗ്യവശാൽ ഡേവ് സ്കോട്ട് സ്വന്തം ബുലോവ വാച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാക്കപ്പ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വാച്ച് അദ്ദേഹം ചന്ദ്രോപരിതലത്തിൽ ധരിക്കുകയും അതുവഴി സ്പേസിൽ ധരിക്കുന്ന വാച്ച് എന്ന പ്രത്യേകത ബുലോവ എന്ന വാച്ച് കമ്പനിക്ക് നേടിയെടുക്കുവാനും സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുത്ത് ഈ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.